പ്രിയമുള്ള സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തിരിക്കുന്ന സംഭാവനകൾ നൽകിയിരിക്കുന്നത് ഇഷാൻ അർഷിദ് ഖാൻ, അർഷിദ് മൻസിൽ 500 രൂപ, ഷിഹാബുദ്ദീൻ KM, ആമിന മൻസിൽ ജനതാമുക്ക് 500 രൂപ, അബ്ദുൽ ഷക്കൂർ തെക്കേമലപ്പുറം 500 രൂപ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 500 രൂപ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സഹോദരൻ 500 രൂപ, ഹാഫിസ് കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും കുടുംബൈശ്വര്യത്തിനുമായി ദുആ ചെയ്യുവാനും 500 രൂപ, നൗഷാദ് നാദിയ പുന്നമൂട് 500 രൂപ, അമറുദ്ദീൻ സാഹിബ് ദിൽഖുഷ് കോടയം 500 രൂപ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 100 രൂപ, ഫിറോസ് അക്കരവീട് മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യുവാൻ 500 രൂപ. ഇത്രയും പേരാണ് സംഭാവനകൾ നൽകിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനകളൊക്കെയും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ. ആമീൻ. അവർ ഏതൊരു സദുദ്ദേശത്തോടു കൂടിയാണോ ഈ സംഭാവനകൾ നൽകിയിരിക്കുന്നത്, അവരുടെ ആ ഹലാലായ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു സഫലമാക്കി കൊടുക്കുവാനാകട്ടെ. ആമീൻ. മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുവാൻ സംഭാവന നൽകിക്കൊണ്ട് ദുആ ചെയ്ത് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഖബറുകളെല്ലാം അല്ലാഹു വിശാലമാക്കി കൊടുക്കുവാനാകട്ടെ. ആമീൻ. അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ആ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കുകയും ചെയ്യുവാനാകട്ടെ. നോക്കത്താ ദൂരത്തോളം ആ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുവാനാകട്ടെ. പിന്നെ മറ്റൊന്നുള്ളത്, വർഷങ്ങളായി നമ്മുടെ മദ്രസയ്ക്കായി സാമ്പത്തിക സഹായം നൽകി വരുന്ന ഒരു വീട്ടിലെ സഹോദരി, അവരുടെ അസുഖം ഭേദമാകുന്നതിന് വേണ്ടി ദുആ ചെയ്യുവാൻ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സഹോദരി ആരെന്നും അവരുടെ രോഗം എന്താണെന്നും അല്ലാഹുവേ നീ അറിയുന്നവനാണ്. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ. അവരുടെ രോഗം എന്ത് തന്നെയായാലും അല്ലാഹുവേ, ഏതൊരു രോഗത്തിനും നിഷ്പ്രയാസം ശമനം നൽകാൻ കഴിയുന്ന റബ്ബേ, നീ എല്ലാ രോഗത്തിലും നീ ശമനവും ശാന്തിയും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. കഷ്ടത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനേ. പരിപൂർണമായ ആഫിയത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കൊച്ചവരെ ദീനിനു വേണ്ടി ഇതുപോലെ ഇനിയും ചെലവഴിക്കുവാനും ദീനീ സ്ഥാപനങ്ങളോട് സഹകരിക്കുവാനുമുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പിന്നെ മറ്റൊന്ന്, 2023 മുതൽ ഈ സ്ഥാപനത്തിലെ വൈദ്യുതി ബിൽ അടച്ചുകൊണ്ടിരിക്കുന്ന, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ, പറയാം, പേര് ജനാബ് തയ്യിബ് സാഹിബാണ്, ജമാഅത്ത് പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ ഈ 2023 മുതൽ ഈ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൽക്കർമ്മത്തെ സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നിശബ്ദമായി അദ്ദേഹം ചെയ്തു വന്ന ഒരു സേവനമാണിത്. കഴിഞ്ഞ 2 വർഷങ്ങളായി നിശബ്ദമായി ആരെയും ബോധ്യപ്പെടുത്താനോ ആരുടെ മുന്നിലും ഞാനാണിത് ചെയ്യുന്നത് എന്ന് അറിയിക്കാനോ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി. ഇത് ഇന്നിപ്പോ ഞങ്ങൾ പേര് പറഞ്ഞത്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ്. ഇത് കേട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇതിന്റെ പുരോഗതിക്ക് വേണ്ടിയും ഇനിയും ഇതുപോലെ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം, നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹുവേ നിശബ്ദമായി ചെയ്തു വരുന്ന ഈ സേവനത്തിന് അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നീ നൽകണേ അമ്മ. അദ്ദേഹത്തിനും കുടുംബത്തിനും അതുപോലെ അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മഹീഷത്തിന്റെ എല്ലാ മാർഗങ്ങളിലും അല്ലാഹുവേ എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകണേ അമ്മ. എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. എല്ലാ ബലാ മുസീബത്തിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെയും കുടുംബത്തെയും അതുപോലെ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ഇരുലോക വിജയികളിൽ അദ്ദേഹത്തെ നിങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അതുപോലെ മറ്റൊന്ന് നമ്മുടെ ജനതാമുക്കിലെ പുരയിടത്തിൽ വൈദ്യുതി കണക്ഷന് വേണ്ടിയും മറ്റും 21,500 രൂപ ചെലവ് വന്നിട്ടുണ്ട്. ആ ബലയിടമെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ നല്ല സെറ്റപ്പിലാക്കിയിട്ടൊക്കെയാണ്. ബലയിടത്തിന്റെ മതിലെല്ലാം കെട്ടി ഗേറ്റുണ്ടായിട്ട് ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഈ വൈദ്യുതി കണക്ഷന് മാത്രം വന്ന ചെലവാണ് 21,500 രൂപ. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ജനാബ് സഹിയുള്ള സാഹിബാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ പുരയിടത്തിലെ ലൈറ്റ് ഇടുന്നതിനും മറ്റുമായി ഇലക്ട്രിക് വർക്കുകളൊക്കെ ചെയ്തത് അദ്ദേഹത്തിന്റെ മക്കളാണ്. യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെ ഫ്രീ സേവനമായിട്ടാണ് അവര് ഈ സേവനങ്ങളെല്ലാം നടത്തുന്നത്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുമെല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് നിഅമത്ത് കൊടുത്തപ്പോൾ അതിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള സന്മനസ്സ് കൂടി കൊടുത്തു. അൽഹംദുലില്ലാഹ്, അതല്ലേ വലിയ കാര്യം. അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത നിഅമത്തിൽ നിന്നും ഒരു ഓഹരി അവന്റെ ദീനീയ സ്ഥാപനമാകുന്ന ഈ പള്ളിക്ക് മദ്രസയ്ക്ക് വേണ്ടി നിർലോഭം കൊടുത്തുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രത്യേകിച്ച് ആ വർക്കുകളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആ മക്കൾക്കും എല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ഭവനങ്ങളിലും അവരുടെ ഉപജീവന മാർഗങ്ങളിലും എല്ലാം അല്ലാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും ധാരാളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവർക്ക് നീ ഹൈറായ ഭാവി ജീവിതങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ചെറുപ്പക്കാരായ പയ്യന്മാരാണ്. അല്ലാഹുവേ, നല്ല ജീവിതം നൽകണേ, നല്ല ഭാവി ജീവിതം നൽകണേ അല്ലാഹുവേ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെതായ ഉപജീവന മാർഗങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യങ്ങളിൽ എല്ലാം നീ ബർക്കത്തും റഹ്മത്തും നിഅമത്തുകളെല്ലാം നീ നിത്യമാക്കി കൊടുക്കണേ അല്ലാഹുവേ. എല്ലാവിധ ഹൈറും ബർക്കത്തും എന്നും നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വർധനവും ഐശ്വര്യവും നിലനിർത്തണേ അല്ലാഹുവേ. എല്ലാവിധ ഹൈറും ബർക്കത്തും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അതുപോലെ ഉപജീവന മാർഗങ്ങളിലും അതുപോലെ ഈ സദസ്സിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹുവേ.